നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലോ. ഇന്ന് എനിക്കൊരു ഉത്സാഹം കുറവുള്ള ദിവസമാണ്. ഇവിടെ മഴയായതുകൊണ്ടാവാം ഭയങ്കര മൂടിക്കിടക്കുകയാണ്. അതുകൊണ്ടൊരു മെലൻകൊളി, ഒരു ഉത്സാഹക്കുറവ്, അത്രയേ ഉള്ളൂ. വിഷാദം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഉത്സാഹക്കുറവ്. ഇത് നമ്മുടെ സാധാരണ ചട്നിയാണ്. ചുവന്നുള്ളി, തക്കാളി, തേങ്ങ ഒക്കെ ചേർത്തത്. ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇതിൽ കുറച്ച് പൊട്ടക്കടല, കുറച്ച് പംകിൻ സീഡ്സ് ഒക്കെ ചേർക്കും. കടു വറുക്കുമ്പോൾ ഇച്ചിരി തേങ്ങ കൊത്തിട്ട് കടു വറുക്കും. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമാണ്. അത് അങ്ങനെ സാധാരണ ഒരു ചട്നിയാണ്. പിന്നെ റാഗി ദോശ, കുപ്പി ബ്രൂവിൻ്റെ ആണെങ്കിലും ഉള്ളിൽ നെയ്യാണ്. ഇതെനിക്ക് തോന്നുന്നു ഒരു 10 വർഷമെങ്കിലും പഴയ കുപ്പിയാണ്. ഞാനിങ്ങനെ കഴുകി അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നല്ല ഗ്ലാസിൻ്റെ ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. റാഗി ദോശയാണ്. ഇന്നലെ മാവ് അരച്ചെങ്കിലും ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു റാഗി കൊണ്ടുള്ള ദോശ ഉണ്ടാക്കാം. ഇതാണെങ്കിൽ ആക്ച്വലി നമ്മുടെ സ്പ്രൗട്ടഡ് റാഗി ഫ്ലോർ, അത് പഴയ മാവിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മിക്സ് ചെയ്ത് ഒരു ഉടായിപ്പ് റാഗി ദോശ. പക്ഷെ ടേസ്റ്റാണ്, നമുക്ക് കഴിക്കാം. വയറിന് നല്ല ലേറ്റായിട്ടാണ്. പിന്നെ പഴം ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? പഴവും ഏത്തപ്പഴവും പീനട്ട് ബട്ടറും. ഏത്തപ്പഴം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. അത് മലയാളികൾക്കെല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം ഏത്തപ്പഴം നമ്മൾ പുഴുങ്ങാതെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മൈക്രോവേവിൽ ഒരു 3 മിനിറ്റ്സ് വെച്ചാൽ നമ്മൾ പുഴുങ്ങിയ പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. നല്ല മധുരവും കൂടും, പെട്ടെന്നാവുകയും ചെയ്യും. എന്നിട്ട് അതിൻ്റെ പുറത്തിങ്ങനെ പീനട്ട് ബട്ടർ, അൺസ്വീറ്റൻഡ് പീനട്ട് ബട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് തടവി കഴിഞ്ഞാൽ നല്ലൊരു ഡെസേർട്ടാണ്. നമുക്കിങ്ങനെ ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പം അതിങ്ങനെ കഴിക്കാം. ഞാൻ കഴിക്കാറുണ്ട്. പീനട്ട് ബട്ടർ എനിക്ക് ആക്ച്വലി ഒരു അഡിക്ഷനാണ്. ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ പീനട്ട് ബട്ടർ കഴിക്കും. അതെനിക്കൊരു വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് റാഗി ദോശ, തക്കാളി ചട്നി, പിന്നെ ഏത്തപ്പഴം, പീനട്ട് ബട്ടർ, അത്രയേ ഉള്ളൂ. ഞാനങ്ങനെ ഒത്തിരി എരിവൊന്നും കൂട്ടാറില്ലെങ്കിലും ഇങ്ങനെ ഈ കടുക് വറുക്കുന്ന മുളക് ഇങ്ങനെ ഞെരടി അത് ദോശയുടെ ചട്നിക്കകത്ത് മിക്സ് ചെയ്ത് കഴിക്കാൻ എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണോ? അങ്ങനെ ഇഷ്ടമാണെങ്കിൽ പറയണേ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. പിന്നെ ഒരു കാപ്പി.